നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന വാട്ട് ഐ ഈറ്റിനിടെയാണ്. എന്റെ ഒരു കുപ്പി വെള്ളം, കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് ഡേറ്റ്സ്, ഹിമാലയൻ സോൾട്ട് ആൻഡ് പെപ്പർ, ഇതിനകത്തുള്ളത് കുറച്ച് ചിക്കൻ നഗറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഞാനൊരു ബർഗറും വാട്ടർ മെലൺ ജ്യൂസ്. ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നു? രണ്ടെണ്ണേ ഉള്ളത്. ഞാൻ പോവാം. ഹലോ എല്ലാവർക്കും, വെൽക്കം ബാക്ക്. ഹലോ പറൂട്ടാപ്പി. ഹിൽ പാലസ്, ഈ കാണുന്നതാണ് ഹിൽ പാലസ്. ഞാൻ അത് കാണിക്കാനല്ല വന്നത്. നമ്മളിത് ചെയ്യാൻ പോകുന്നത് ആ ഗംഗയുള്ള സ്ഥലമാണത്. നമ്മളിപ്പോ വന്നിരിക്കുന്നത്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്ന വാട്ട് ഐ ഈറ്റിനിടെയാണ്. ഇതൊരു പെട്ടെന്നുണ്ടായ വീഡിയോ കേട്ടോ. ഞാനിങ്ങനെ വെറുതെ ഷൂട്ടിന് വണ്ടിയെ പൊക്കോണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു, എന്നാ പിന്നെ അത് എടുക്കാം, അത് നമുക്ക് കറക്റ്റ് സമയത്ത് ഞാൻ കഴിച്ചോളുമല്ലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ലാഗ് അടിച്ച് അങ്ങനെ മര്യാദക്കൊന്നും കഴിക്കൂല. അപ്പൊ ഇത് എടുക്കുന്നത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഗുണമുള്ള സാധനം തിന്നാലോ. ഏത് അല്ല, ഇത് നമ്മളൊരു ഷൂട്ടിന് പോവാണ്. ഷൂട്ടെന്ന് വെച്ചാൽ ഞാനും നമ്മുടെ ഇന്ദ്രൻ സംഘങ്ങളും കൂടി ചെയ്തിട്ടുള്ള ഒരു മൂവി ഉണ്ടായിരുന്നു, പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മൂവി. അപ്പൊ ആ മൂവിയുടെ റിലീസ് ഉടനെ ഉണ്ടാവും. അപ്പൊ അതിന്റെ ഫോട്ടോഷൂട്ടിന്റെ ഭാഗമായിട്ട് ഞങ്ങളിപ്പോ കൊച്ചിയിലാണുള്ളത്, അവിടെ എത്തിയിട്ടില്ല. ഇപ്പൊ ഒരു 8:30 അപ്പം ഒരു 8:45 എത്തും അല്ലേ. അപ്പൊ രാവിലെ തൊട്ട് രാത്രി വരെ ഞാൻ എന്താണ് കഴിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. പക്ഷെ എല്ലാം പുറത്തുനിന്നുള്ള ഫുഡായിരിക്കും. ഇത് എത്രത്തോളം ഹെൽത്തി ആയിരിക്കും എന്നൊന്നും എനിക്ക് തീരെ പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ എനിക്കൊരു ഫുഡ് പോയിസൺ കഴിഞ്ഞിട്ടിരിക്കുവാണ്. അത് ഞാനൊരു ക്രീം ബൺ കഴിച്ചതാണ്. അതോടുകൂടി ഞാൻ ഇനി എന്റെ ജീവിതത്തിൽ ക്രീം ബൺ കഴിക്കൂല. പക്ഷെ കുട്ടാപ്പി ചേട്ടൻ അതേ ക്രീം ബൺ 2 കഴിച്ചു. എന്നിട്ടും ഈ മനുഷ്യന് ഒന്നും പറ്റിയില്ല. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ നല്ലൊരു വയറാണ്. കുട്ടാപ്പി ചേട്ടന്റെ ഒരു ഭയങ്കര ഒരു ഒന്നാന്തരം വയറ് കേട്ടോ. ഒന്നും പറ്റിയില്ല, ഒന്നും. എനിക്കാണെങ്കിൽ ഛർദിച്ച് എഴുന്നേക്കാൻ പോലും വയ്യായിരുന്നു. പിന്നെ ഗ്ലൂക്കോസ് കുപ്പികളൊക്കെ കയറ്റി ഞാൻ ഓക്കെ ആയി. കുറച്ചായി കേട്ടോ എനിക്ക് വന്നിട്ട്. അപ്പൊ ഇപ്പൊ തൊട്ടാണ് ഞാൻ മര്യാദയ്ക്കൊന്ന് ഭക്ഷണം കഴിച്ച് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ആക്രാന്തം എന്റെ കഴിപ്പിൽ കാണുമായിരിക്കും. എന്തായാലും അവിടെ ചെന്നിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പം എന്റെ കയ്യിലാകെയുള്ളത് എന്റെ ഒരു കുപ്പി വെള്ളം. ഈ കുപ്പി ഇല്ലാതെ എന്നെ ഇപ്പം അടുത്തെങ്ങും ആരും കണ്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നോട് എല്ലാരും പറയും ഞാൻ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് ഈ കുപ്പി ഏതെങ്കിലും ഒരു മൂലക്ക് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് എന്ന് വെച്ചാൽ ആ കുപ്പിക്ക് 2 കുപ്പി വെള്ളം അല്ലെങ്കിൽ 1.5 കുപ്പി വെള്ളം, അതാണ് ഞാൻ കൂടി. ഇപ്പം മഴക്കാലല്ലേ, ഒരുപാട് വെള്ളത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് 1.5 കുപ്പി വെള്ളം, അതാണ് നമ്മുടെ കണക്ക്. പിന്നെ ഉള്ളത് ഇതിന് ഈ കഴിഞ്ഞ ദിവസം ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൽ മീനാക്ഷി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇതിവിടെ ഇങ്ങനെ കണ്ട, ഇങ്ങനെ തുറക്കാം. ഇതിന്റെ അകത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ഒഴിക്കാം, കോഫി, ജ്യൂസ്, അങ്ങനെ എന്ത് വേണമെങ്കിൽ ഒഴിക്കാം. പക്ഷെ ഇപ്പൊ അതിന്റെ അകത്ത് ഒന്നുമില്ല. ഇത് എന്തിനാണ് ഞാൻ എടുത്തത് ചോദിക്കൂ. എന്തിനാണെന്ന് അറിയാമോ? ഇത് നമ്മള് ഇപ്പൊ അവിടെ ചെല്ലതില്ലേ, എന്നിട്ട് നമ്മൾ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും ജ്യൂസ് ഓർഡർ ചെയ്യണം. എന്നിട്ട് നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലായോ? അയ്യോ ആ ചേട്ടനെ നിന്ന് കൂടുതലായിപ്പോയി, സാരമില്ല. പറഞ്ഞോണ്ടിരുന്നത് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് ഇതിന്റെ അകത്ത് ഒഴിച്ചു വെക്കണം. എന്നിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പൊ നമുക്ക് എനർജി കയറും. ഓക്കെ, ഇനി ഞാൻ ചെന്നിട്ട് എനർജി കയറ്റുന്ന എങ്ങനെയാന്ന് കാണിച്ചു തരാം. നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് വാട്ടർ മെലൺ ജ്യൂസ് നിറച്ചു. ഇനി നമുക്കത് അടച്ചു വെക്കാം. ഞാൻ അല്ല, കുട്ടാപ്പിച്ചേട്ടൻ നിറച്ച് തന്നു. നമുക്കത് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഞാനൊരു ബർഗറും, പിന്നെ ബർഗർ എന്ന് വെച്ചാൽ കുഞ്ഞി ബർഗറാട്ടോ. ആ ബർഗർ പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്തുള്ളത് കുറച്ച് ചിക്കൻ നഗറ്റ്സ്, പിന്നെ കുറച്ച് എന്തൊക്കെയോ, പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ഒരു വലിയ ബർഗർ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ഫോട്ടോയിൽ കണ്ടപ്പോൾ വലുതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയപ്പോ അത് അല്ല, ഞാൻ ഫോട്ടോ കണ്ടപ്പോ അത് വലിയൊരു ബർഗർ ആയിരുന്നു. അകത്ത് നല്ല ചിക്കനൊക്കെ വെച്ച് ഇതിന്റെ അകത്ത് ചിക്കനിന് ചെകഞ്ഞെടുക്കേണ്ടി വരും. അയ്യോ, 2 ഉള്ളത്. എന്ത് വിധി ഇത്. കുഴപ്പമില്ല, നമ്മുടെ വേറെ നാളെ ജ്യൂസ് അങ്ങ് നല്ലവണ്ണം കുടിച്ചാൽ മതി. ഇതിൻ്റെ അകത്ത് ചിക്കൻ ഇല്ലേ, തുറന്നു നോക്കാം. ഉണ്ട് കേട്ടോ, ഒരു കട്ട്ലറ്റ്. ആ കടക്കാരൻ എന്നെ പറ്റിച്ചു. അവനെന്നെ പറ്റിച്ചു. എന്താ അവര് പറ്റിച്ച? ആരും ഈ ചതിയിൽ വീഴുന്നത്. ഓഫറൊന്നും കണ്ട ചാടി വീണ കണ്ടില്ല.
ഞാൻ വിചാരിച്ചേ 199 200 എന്നാ സാധനം എടുത്ത് 99 രൂപയ്ക്ക് കൊടുക്കുന്നു. ആ കടയ്ക്ക് എന്തോ സെയിൽ നടക്കുക. ഞാനറിഞ്ഞോ എന്നിട്ട് ഇങ്ങനെ ആവാന്ന് ഞാൻ അവിടെ മേടിക്കത്തില്ല. പക്ഷെ എന്റെ വിശപ്പ് മാറും ആയിരിക്കും അല്ലേ? ഇതാണ് ക്യാപ്സിക്കം. ക്യാപ്സിക്കം ഇത് വളരെ നല്ല. സബോള എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സബോളയുടെ അകത്തെ കട്ടിഭാഗം ഇഷ്ടമല്ല. മസാല ദോശ എന്നാ പറയാ. ഇന്നലെയും വീട്ടിൽ മസാല ദോശ ആയിരുന്നു. അപ്പൊ എന്ന് മസാല ദോശ ഇനി ബോളില്ല. ടേസ്റ്റ് ഉണ്ട്. അപ്പോഴാണ് എന്റെ അടുത്ത് ഞാൻ ചോദിച്ചാ മിനി ബർഗർ ആയിരിക്കും. അവരത് എഴുതിയിട്ടില്ല മിനി ബർഗർ ആണ്. അവരുടെ വലിയ ബർഗർ ആയിരിക്കും. ശരി ബർഗർ ഇത് വന്ന് തിന്നാൻ വന്നു. ഒരു നഗ്ഗറ്റ്സ്, ഒരു മോമോസ്, പിന്നെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്. ഒരു മോമോസ് ഞാനൊരു മോമോസ് എന്നല്ലേ പറഞ്ഞത്. അങ്ങനെ വയറ് വളരെയധികം നിറഞ്ഞ് ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് നടത്താൻ പോകുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഓർഡർ ചെയ്യുന്നില്ല. ഞാൻ ഓർഡർ ചെയ്യുന്നത് എന്താണെന്നറിയാം? ഞാൻ കുറച്ച് ക്രിയാത്മകമായി ഓർഡർ ചെയ്യും. ഞാൻ കുട്ടാപ്പിയെ പോലെ ഇങ്ങനെ ഒന്നും നോക്കാതെ എല്ലാം ഓർഡർ ചെയ്യുന്നത്. ഞാൻ ക്രിയാത്മകമായി ഓർഡർ ചെയ്യുന്നു. ഞാൻ അപ്പോഴേ ഇവളുടെ അടുത്ത് പറഞ്ഞു, എടി അത് മിനി ബർഗർ ആയിരിക്കും ഈ പ്രൈസിന് കിട്ടുന്നത്, നീ അത് നോക്ക്. അതെ, മിനി ബർഗർ ആണ്. കടക്കാർ പ്രത്യേകിച്ച് കടക്കാരായിരിക്കും മിനി ബർഗർ ആണ്. നിങ്ങൾ മിനി ബർഗർ 99 രൂപയ്ക്ക് മറ്റേ ബർഗറും മറ്റേ ഫ്രഷ് ലൈമും കൂടെ കിട്ടണമെങ്കിൽ അത് എന്തുമാത്രം വലിപ്പം ഉണ്ടെന്നാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവരുടെ എല്ലാ മോമോസും ഇതൊക്കെ 99. അപ്പൊ ഞാൻ എല്ലാം വാങ്ങാനോ. ഒരു മസാല ദോശ എത്ര രൂപയാ ഒരു മസാല ദോശക്ക്? ഒരു മസാല ദോശക്ക് 70 രൂപ 80 രൂപ. 70 രൂപ. ഒരു ബർഗർ എനിക്ക് 99 കിട്ടും. അതിന്റെ കൂടെ അത് ചിക്കൻ ബർഗർ എനിക്ക് 99 കിട്ടും. അതിന്റെ കൂടെ അതിന്റെ കൂടെ മോമോസ് 2 നഗ്ഗറ്റ്സ് 2 ഈ 99 രൂപയ്ക്കല്ല ഈ ബർഗറും ഇതും എല്ലാം. അല്ലല്ല, ബർഗറും ലൈം ജ്യൂസും 99. ഇത്രയും സാധനം 99. അങ്ങനെ എത്രയായി മൊത്തം? എത്രയായിരുന്നു? 99. അല്ലല്ല, നീ എത്ര അടച്ചത്? ഞാൻ 468 രൂപയുടെ സാധനമാണ് ഇത്രയും കണ്ടത്. ഓക്കെ, 468 രൂപയുടെ എത്ര മസാല ദോശ മേടിച്ചിട്ടും മറ്റേ സിനിമയ്ക്ക് എത്ര മേടിച്ചു? അപ്പൊ നഷ്ടമായിരുന്നോ? ഭയങ്കര ലാഭമല്ലേ? ബാക്കി പൈസക്ക് 10 മിനിറ്റ് തലം. ഞാൻ ഞങ്ങളുടെ പ്രൊഡ്യൂസറിനെ രക്ഷിക്കാൻ നോക്കിയ. അതെ, പ്രൊഡ്യൂസർക്ക് 2 മസാല ദോശ മേടിച്ചായിരുന്നു 200 രൂപ താഴെ തന്നെ. ഞാൻ ഓഫറുള്ള കടയിൽ നിന്ന് ഓർഡർ ചെയ്ത്. അതെ, പ്രൊഡ്യൂസറിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചത്. പക്ഷെ 1 മണിക്കൂർ കഴിയുമ്പോഴത്തേനും പ്രൊഡ്യൂസറുടെ അടുത്ത് പറയുന്നത്, അയ്യോ എനിക്ക് വിശക്കുന്ന എന്തെങ്കിലും തായേ. അതെനിക്ക് വിശക്കുന്നോണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് എന്നാ ചെയ്യാൻ പറ്റും? ഇത് ഞാൻ ഒന്നും മിച്ചം വെച്ചില്ല. ഞാൻ കഴിച്ചത് ഒരു കുഞ്ഞു ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് മോമോസ്, ഇത്രയുള്ളൊരു മോമോസ്, ഇത്രയുള്ളൊരു നഗ്ഗറ്റ്സ്, അത്രേ ഉള്ളൂ. പിന്നെ ഇതിൽ 2-3 സബോള മാത്രമേ ബാക്കി വന്നുള്ളൂ. ബാക്കിയെല്ലാം ഞാൻ തിന്നു. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാട്ടർമെലൺ ജ്യൂസ് കുടിക്കും. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഒറ്റയടി കുടിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നോട് എൻ്റെ വൈദ്യ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ലൈം ജ്യൂസ് അധികം കുടിക്കരുത്, തള്ളി മേടിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ലൈം ജ്യൂസ് കുടിക്കുന്നില്ല. ഡോക്ടർ ഇത് കാണുന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാൻ കുടിച്ചിട്ടില്ല. പിന്നെ ഞാൻ എന്ത് കുടിക്കും? വാട്ടർമെലോൺ. ഞാൻ കഴിക്കാം. കുട്ടാപ്പി 2 ലൈം ജ്യൂസ് കുടിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാ ടാറ്റ. എനിക്ക് കിളിയും പോയെന്നാ തോന്നുന്നത്. പക്ഷെ എന്റെ വയറ് നിറഞ്ഞു കേട്ടോ. ഞാൻ ഓക്കെയാ ഇനി ജ്യൂസും കൂടെ കുടിക്കുമ്പോ. തെറ്റാ. ഇനി ഉച്ചക്ക് ഞാൻ അടുത്ത ഓഫറുമായി വരും. വരേക്കും ബൈ, സീ യു. നിങ്ങൾ നോക്കിക്കേ, അങ്ക നോക്ക്, ഒന്ന് ചിരിച്ചേ.
ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ചു പോരുകയാണെങ്കിൽ ബാഗൊക്കെ എടുത്തില്ല എടുത്തു. ഇന്ന് ഇത്ര സമയം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ, കാരണം അത് ഫോട്ടോ ഷൂട്ട് അല്ലേ, അപ്പം അത്രയും നേരേ ഉള്ളൂ. ഇതെന്താ തിന്നുന്ന? അയ്യോ എന്റെ പാദസര, ഇതെങ്ങാനും ഇല്ലാണ്ട് ചെന്ന അമ്മ നമ്മളെ അവിടെ കണ്ടത്തിലിടും. ആ ഞാൻ പറയാം. അയ്യോ എന്റെ ക്രോക്സ് തിരിച്ചു പോ. എന്റെ ക്രോക്സ് അവിടെ വെച്ച് മറന്നു. ശേ, ഞാൻ അത് എടുത്തുകൊണ്ട് വരാം. ഞങ്ങൾ തിരിച്ചു പോയി എന്റെ ചെരുപ്പെടുത്തിരിക്കുകയാണ്. ചെരുപ്പെടുത്തപ്പോ ആ ചേട്ടന്മാരെന്നോട് പറഞ്ഞു, നന്നായി നിന്റെ ചെരുപ്പ് കുഞ്ഞുപിള്ളാരും എല്ലാം കണ്ടാ എടുത്തോണ്ടോ അതിന്. അതേ നിറച്ച് ഇങ്ങനെ കുറെ ആ ക്രോക്സിന് കുഞ്ഞു ഹോൾ ഉണ്ടാവൂലേ, അതിൽ നിറച്ച് അത് കാണിക്കാൻ താഴെയാണ് കിടക്കുന്നത്. അതുകൊണ്ടാ അതിൽ നിറച്ച് കുറെ മുട്ടായി അങ്ങനത്തെ സാധനത്തിന്റെ അതിനെന്താ പറയുന്നേ, അങ്ങനെ സാധനം കുത്തി വെച്ചിരിക്കുക ഞാൻ. അങ്ങനത്തെ കുറെ മുട്ടായി പോലത്തെ സാധനങ്ങൾ, മുത്ത്, റെയിൻബോ, പിന്നെ ഒരു ഹാർട്ട്, പിന്നെ ഒരു എമ്മ്, പിന്നെ ഒരു പട്ടിക്കുഞ്ഞിന്റെ കാല്, ഇതൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണ് കുട്ടാപ്പി ചുമ്മാ തോണ്ടുന്ന. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, പിന്നെ ഞാൻ ഒന്നും കഴിച്ചില്ല. ഞാൻ എൻ്റെ വാട്ടർമെലൺ ജ്യൂസ് ഇച്ചിരിയും കൂടെ ഉണ്ട്, അത് ഇച്ചിരിയും കൂടെ ആക്കി. അത് കഴിഞ്ഞപ്പോൾ ഇതെനിക്ക് ഇന്ദ്രൻസ് അങ്കിൾ കൊണ്ടു തന്നെയാണ് ഫ്ലൈറ്റിൽ പോയിട്ട് വന്നപ്പോ. അത് ഓൾറെഡി കുട്ടാപ്പി പൊട്ടിച്ചു എന്നിട്ടാ പറയുന്നത്. അത് ഫ്ലൈറ്റിൽ പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നു. അപ്പം ഞങ്ങൾ പണ്ട് ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാനാണ് ആദ്യമായിട്ട് അങ്കിളിന് ലേസ് വാങ്ങി കൊടുക്കുന്നത്. എൻ്റെ എല്ലാവരും വഴക്ക് പറയായിരുന്നു എന്നെ, അങ്കിളിനെ അത് പഠിപ്പിച്ചു, വേണ്ടാത്ത ശീലം പഠിപ്പിച്ചു പറഞ്ഞിട്ട് ഞാൻ ലേസ് വാങ്ങി കൊടുത്തു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചുമല ലേസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിന്ന് വന്നപ്പോൾ പറഞ്ഞു എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരേ. അപ്പം ഞാനിന്ന് വന്നപ്പോൾ പറഞ്ഞു ഞാൻ ചുമല ലേസ് കൊണ്ടുവന്നില്ല. നേരോ നീ കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതതിന് കുറച്ച് ഞാൻ പറയാം ചുമ്മാ പറഞ്ഞ ഞാൻ ലേസ് ഒന്നും കൊണ്ടുവന്നില്ല. അപ്പൊ നീ വെറും കൈയോടെ അപ്പൊ എൻ്റെ അടുത്ത് വന്നത് അല്ലേ? അത് ഭയങ്കര ഇഷ്ടമാണ് ചുമല കളർ ലേസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ നേരം ഷൂട്ട് ഉണ്ടായിരുന്നു, ഉച്ചവരെ അല്ലേ, രാവിലെ ചെന്ന് ഉച്ചവരെ. ഇപ്പൊ 2 മണിയായി, ഞാൻ ഇതുവരെ ലഞ്ച് കഴിച്ചിട്ടില്ല. പക്ഷെ കുറ്റം പറയരുതല്ലോ, ദോഷം പറയരുതല്ലോ, എനിക്കിതുവരെ വിഷമില്ല. കുട്ടാപ്പിയുടെ വലിയ വയറായതുകൊണ്ട് കുട്ടാപ്പിക്ക് വിഷമം, പക്ഷെ എനിക്ക് വിഷമിട്ടില്ല, എനിക്ക് ഇതുവരെ വിഷമിട്ടില്ല. ഇനി നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. അങ്കിളിന്റെ ഫ്ലൈറ്റ് വന്നപ്പോ കിട്ടിയതാണ്. ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് പോരുന്നില്ലല്ലോ. ഹിമാലയൻ സോൾട്ട് ആൻഡ് പെപ്പർ, എന്തോ കുലുങ്ങുന്ന സാധനം. ഇതിൻ്റെ അകത്ത് ഒരു കുലുങ്ങുന്ന സാധനം പൊട്ടിച്ചു നോക്കാം. പിന്നെ ഒരു ബെറി മിക്സോ അങ്ങനെ എന്താ സാധനം, ടെർഫ്, കുഞ്ഞു ടെർഫ്. പിന്നെ ഒരു ജ്യൂസ്, പേപ്പർ ബോട്ടിന്റെ ഒരു ജ്യൂസ് ആണെന്ന് തോന്നുന്നു. ഇതെനിക്ക് ഇഷ്ടമാണ് ഈ ജ്യൂസ്, പേപ്പർ ബോട്ടിന്റെ. ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇനി എന്തോ ഉണ്ട് തിന്നിട്ടിരിക്കാന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ വന്നപ്പോ ഇത് തുറന്നിരിക്കുക. ഈ ഫുഡിന്റെ കാര്യമായതുകൊണ്ട് നമുക്ക് കുട്ടാപ്പിയെ വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾ 1-2 പോയിന്റ് സ്വർണ്ണമാല കൊടുത്തിട്ട് പോകും, കുട്ടാപ്പി അതൊന്നും ചെയ്തില്ല. പക്ഷേ നിങ്ങൾ ഭക്ഷണം കുട്ടാപ്പിയുടെ മുന്നിൽ വെച്ചിട്ട് പോരുത്, അത് തീരും. ഓക്കെ, കണ്ടില്ലേ? ഇപ്പൊ ജിമ്മിൽ പോകാനായിട്ട് നാളുകളായിട്ട്, ഞാനിത് മുന്നേ കണ്ടില്ലല്ലോ, ഈ നാളുകളായിട്ട് ജിമ്മിൽ പോകുന്ന ഒരു മനുഷ്യനായത് വയറ് കണ്ട 9 മാസം ഗർഭിണിയായതുപോലെയാ. പിന്നെ കൈയൊക്കെ കണ്ടില്ലേ, കൈയൊക്കെ കണ്ട നിള് കിടക്കുക, ഒന്നും വർക്കൗട്ടില്ല ഒന്നും. എന്നിട്ട് ഭക്ഷണം പോരാന്ന് ഇങ്ങനെ തിന്ന് ജീവിക്കുക, അല്ല തിന്നാൻ വേണ്ടി മാത്രം ജീവിക്കുക. അങ്ങനെ ഉള്ള ഒരാളാണ് കുട്ടാപ്പി. തിന്നാൻ വേണ്ടിയോ? അത് നിങ്ങളല്ല, വീട്ടിലുള്ള ആൾക്കാർ കുട്ടാപ്പിയെ കഴിപ്പിക്കാൻ വേണ്ടി ലോൺ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയ വിവരം. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാൻ എവിടെയെങ്കിലും കഴിക്കാൻ കയറിയിട്ട് ഇനി കാണിച്ചു തരാം. ഇപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ തിന്നുമായിരിക്കും. ഓക്കെ, ബൈ ഗായ്സ്. പിന്നെ ബൈ ഗായ്സ്. നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി, ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു. ഭയങ്കരമായിട്ട് വെച്ചാൽ ഭയങ്കരമായിട്ട് എനിക്ക് ഒരു ക്ഷീണം. ഞാൻ കഴിച്ചൊക്കെ കാണിച്ചു തന്നില്ല, അതൊക്കെ കഴിച്ചു. എന്നിട്ട് ഞാൻ വിചാരിച്ചായിരുന്നു നമ്മൾ ഏതെങ്കിലും ഹോട്ടലിലാണ് കയറുന്നെങ്കിൽ, അല്ലാത്ത സാധാ റെസ്റ്റോറൻറ്റിലാണ് കയറുന്നെങ്കിൽ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ജ്യൂസ് വാങ്ങിയിട്ട് ഇതങ്ങ് നിറയ്ക്കാമെന്ന്. ഇതിൻ്റെ അകത്ത് ജ്യൂസ് ഞാൻ തീർത്തു. പക്ഷെ നമ്മൾ ഇവിടെയല്ലേ കയറിയേ, അപ്പോൾ അവിടെ പെപ്സി മാത്രമേ ഉള്ളൂ. പെപ്സി ആണെങ്കിൽ എനിക്കങ്ങനെ, ഞാൻ വലിയ പെപ്സി 7up അങ്ങനത്തെ സാധനങ്ങളുടെ ഫാനൊന്നുമല്ല. എനിക്ക് ഈ ഫ്രഷ് ജ്യൂസൊക്കെ ഇഷ്ടം. പക്ഷെ അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ഞാൻ അവൻ അധികം അങ്ങനെ വാങ്ങി കൊടുക്കാറില്ല. പക്ഷെ ഇവിടെ ഞാൻ കയറി വാങ്ങി കഴിഞ്ഞപ്പം
ആ കോംബോയുടെ കൂടെ 2 പെപ്സി ഉണ്ടായിരുന്നു. പക്ഷെ കുട്ടാപ്പിച്ചന്റെ പെപ്സി കുട്ടാപ്പിച്ചനും കുടിച്ചു. എന്റെ പെപ്സി ഞാൻ അമ്പാടിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അവനോട് ഞാൻ പറയും അത് ഞാൻ അവന് വേണ്ടി വാങ്ങിയതാണ്. അപ്പോൾ ഞാൻ പറയും അല്ല, അവള് മതിയാക്കിയിട്ട് നിനക്ക് വേണ്ടി വെച്ചതാണ്. മതിയാക്കിയതല്ല കേട്ടോ, ഞാനത് ഫുൾ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനത്തെ സാധനം ഇഷ്ടമല്ല, അങ്ങനത്തെ ഡ്രിങ്ക് ഇഷ്ടമല്ല. പിന്നെ പണ്ടൊക്കെ അതിന്റെ ക്യാൻ കാണുമ്പോൾ എനിക്ക് കുടിക്കാൻ തോന്നുമായിരുന്നു. ഈ പെപ്സി ഒരു ക്യാനിന്റെ അകത്തല്ലേ കിട്ടുന്നേ, ഒരു ബ്ലൂ കളർ. അത് കാണുമ്പോൾ എനിക്കത് കുടിക്കുന്ന പോലെ കാണിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. ഇങ്ങനെ എല്ലാവരും കാണുമ്പോൾ ഇങ്ങനെ ക്യാനിൻ്റെ അതൊക്കെ കുഞ്ഞാവുമ്പോൾ പിന്നെ അതങ്ങ് മാറി. അത് അതിന്റെ ടേസ്റ്റ് ഇനി വലിയ ഇഷ്ടമൊന്നും അല്ല അതെല്ലാം. പക്ഷെ ചില നേരം തോന്നും കേട്ടോ തിന്നാനായി കുടിക്കാനായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിഞ്ഞു. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്ന 3:30ക്കാണ് ഞാൻ എൻ്റെ ഉച്ചഭക്ഷണം കഴിഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് പോയിട്ട് നമ്മൾ വീട്ടിൽ പോവും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭക്ഷണം ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ കാണിക്കാം. ഓക്കെ, എനിക്ക് ചായ കുടി ശീലമൊന്നും ഇല്ല, എന്നാലും ഞാൻ എന്തെങ്കിലും കഴിക്കും. ഹലോ, ഞാനങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. എല്ലാ പരിപാടിയും ഇന്നത്തെ കഴിഞ്ഞു. ഇന്ന് വീട്ടിൽ നമുക്ക് ഒരുപാട് ഗസ്റ്റുകളുണ്ട്. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന രജിത. ഇന്ന് രജിതയുടെ ബർത്ത്ഡേ ആണ്. എല്ലാവരും താഴെ വിഷ് ചെയ്യുക. പിന്നെ ഒന്നും ആഘോഷിക്കാത്ത എൻ്റെ അച്ഛൻ സുന്ദരനല്ലേ കേട്ടോ. അച്ഛനും അല്ലാണ്ട് പ്രായമായി. ഇന്ന് ഞാൻ അത്രയെങ്കിലേ, നേരത്തെ 18ആയിരുന്നു ചിങ്ങത്തി. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഒന്നും ഈറ്റാത്ത എൻ്റെ കൊച്ച്. പക്ഷേ ഈ വീഡിയോക്കകത്ത് ഈറ്റ് കണ്ട നിങ്ങളുടെ കണ്ണ് തള്ളി പോകും. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കൊറേ കഴിച്ചു. ഞാൻ മാത്രം അറിഞ്ഞാൽ പോലെ ഇംഗ്ലീഷിലുള്ള വിദ്യാഭ്യാസം നമ്മളെല്ലാരും അറിയിക്കണം. ഇവിടെ ഇന്ന് എന്നാ കഴിക്കാൻ? കപ്പ ഇറച്ചിക്കറി ഉണ്ട് ഇവിടെ. മനസ്സിലായാൽ മതി നമുക്ക്. കപ്പ ഇറച്ചിക്കറി ഉണ്ട് ഇവിടെ. അതെനിക്ക് ഇനി തരുമോ? ഇത് വേണ്ടേ? പക്ഷെ തരില്ല, നമുക്കത് തിന്നാൻ പറ്റില്ല. കാരണം അത് എരിവിട്ട് പെരട്ടി വെച്ചിരിക്കുന്ന ആണോ. ഞാനത് വായിലിടുമ്പോഴേ എന്റെ നേരെ ആംബുലൻസ് വിളിയണ, ടാസ്കി വിളിയണ. ടേസ്റ്റ് നല്ലപോലെ ഉണ്ട്, പക്ഷെ അത് അറിയത്തില്ല എരിവുള്ളത് കൊണ്ട്. ഇതൊക്കെ അമ്മയുടെ ഫാൻസ്, അമ്മയുടെ ഓ. അതുകൂടെ കുറെ പുതിയ ടോയ്സ് വാങ്ങിച്ചു കണ്ടോ. അതുകൂടെ ടോയ്സ് എനിക്ക് ബാക്കി. അതുകൊണ്ട് ടോയ്സ് ഞങ്ങൾ വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും. ഇത് ഞാൻ കഴിച്ചതിന്റെ ബാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അമ്പാടിക്ക് ഞാൻ കൊണ്ടുവന്നാണ്. ഞാൻ വേറെ കുറച്ച് സാധനം കാണിക്കാം. ഞങ്ങൾ ഇന്ന് പ്രോഗ്രാമിന് പോയപ്പം അവിടുന്ന് ഞങ്ങളുടെ കുട്ടൻചേട്ടൻ ഞങ്ങൾക്ക് കുറച്ച് സാധനം തന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം അതൊക്കെ എന്തൊക്കെയാണ്. കുറച്ച് ബിസ്ക്കറ്റ്, പിന്നെ കുറച്ച് ഡേറ്റ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഇവിടുത്തെ എല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ ഇത് മഖാന എന്ന് ഞാൻ രാവിലെ വണ്ടിയിലിരുന്ന് കഴിച്ചു. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇന്ദ്രൻസ് അങ്കിൾ കൊണ്ടു തന്നു എന്ന്. അതിൻ്റെ ഉള്ളിൽ മഖാന ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിച്ചു. അപ്പം എനിക്കിത് ഇപ്പം പിന്നെയും കഴിക്കാൻ തോന്നുന്നില്ല. അപ്പം നമുക്കത് കുറച്ച് കഴിഞ്ഞ് കഴിക്കാം. ഇത് എന്തോ, ഇതൊക്കെ ബിസ്ക്കറ്റാണ്, എന്തോ കുക്കീസാണ് ഇതൊക്കെ, ക്രാക്കേഴ്സ് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ കുറച്ച് ഡേറ്റ്സ്, വാവ്, കുറച്ച് ഡേറ്റ്സ് ഉണ്ട്. പിന്നെയും ഇത് നോ ആഡഡ് ഷുഗർ. ഇത് പ്രായമായവർക്കുള്ള അച്ഛക്കുള്ളത്. അതൊക്കെ ഷുഗറുള്ള അച്ഛനും അമ്മയ്ക്കുമാണ് ഇത്. ഓ പൊള്ളി അതെങ്ങ് പറഞ്ഞപ്പോ അവർക്ക് ഷുഗർ ഇല്ലാട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. ആ ഷുഗറോ പ്രഷറോ ഇല്ലാത്ത ആൾക്കാർ. ഇനി ഇത് ഷുഗർ ക്രാക്കേഴ്സ്. ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്ക് ഇത് ഇച്ചിരി കൊടുക്കാം. അപ്പൊ ഇത്ര സാധനമാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം കൂടെ ഒന്നും ഇപ്പൊ തിന്നുന്നത്, പക്ഷെ ഇതെനിക്ക് ഇപ്പൊ തിന്നാ കൊള്ളാന്നുണ്ട്. നമ്മളിപ്പോ ഇത് പൊട്ടിച്ച് തിന്നാം. ഇതാണ് ഹേസൽനട്ട് ക്രീം സാൻഡ്വിച്ച്, ചോക്ലേറ്റ് ഹേസൽനട്ട് ക്രീം സാൻഡ്വിച്ച്. അതെല്ലാം അതുകൊണ്ടാ നിനക്ക് വേണോ? നന്നായി ഇവിടെ വാ. ഓ ഇതിന്റെ അകത്ത് വേറെ പാക്കറ്റ് ആയിട്ടാ ഉള്ളത്. കാണിച്ചത് ഞാൻ പറഞ്ഞില്ലേ, ചായ കുടിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ കറക്റ്റ് എന്തെങ്കിലും തിന്നുന്നു. അതാണിത്. ചായ കുടിക്കത്തില്ലെങ്കിലും ഞാൻ ആ സമയമാകുമ്പോൾ എന്തെങ്കിലും തിന്നും. അമ്മയുടെ മുഖം കണ്ടില്ലേ? തിന്നൊന്ന് പറയാൻ പാടില്ലെന്ന് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പകരം നമ്മൾ ഇതെന്തേ വായിക്കാത്ത ബിസ്ക്കറ്റോ? നീ എന്നോട് ചോദിക്കാത്ത തിന്നു. കഴിച്ചു.
നമുക്ക് ഒടിയതിനകത്ത് 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം അതുകൊണ്ട് ഒരെണ്ണം ചേച്ചിപ്പിക്കുക. ഇവിടെ കയറി ഇരിക്കും. ഇവിടെ നല്ല കുട്ടിയായിട്ട് ഇരിക്കും. ഇതാണ് ചോക്ലേറ്റ്. പറഞ്ഞേ ചോക്ലേറ്റ് ഹേസൽനട്ട് ക്രീം സാൻഡ്വിച്ച്. നമുക്ക് അങ്ങനെ പിടിച്ചാലേ ശരിയാട്ടോ. കാണാൻ അതിന്റെ കവറൊക്കെ പെറുക്കി കളഞ്ഞാണേ. അല്ലേ അമ്മ നമ്മളെ ഈ വീട്ടിനെ ഇറക്കി വിടും. ഞാൻ പറ്റിക്കാനും നോക്കണ്ട കേട്ടോ. അതേ എരിവ് എടുത്തോ. മുട്ടിയത് എനിക്ക് വേണ്ട. ഫീൽ ചെയ്തേ വേണ്ട ഫീൽ ചെയ്തു വേണ്ട. അതെന്താ പറയാ, ഇതിനൊരു ചെറിയ പൊട്ടലുണ്ട്. വേണ്ട ചേച്ചി ഇപ്പൊ ഹാപ്പി ആയിട്ട് കഴിച്ചോ. റെഡി 1 2 3 റിയാക്ഷൻ ഉടനെ കളിച്ചിട്ട്. റെഡി 1 2 3 റെഡി 1 ഉപ്പാണോ? റെഡി 1 2 3 സ്റ്റാർട്ട്. അങ്ങനെയൊന്നും പറയണ്ട. അതോട് നീ ഇങ്ങനെ ഉമ്മ പെടലി പിടിച്ചു പഠിച്ചു. കൊള്ളാം. ബൈ ബൈ. ടേസ്റ്റ് കിട്ടും. അതിൻ്റെ അകത്ത് ചോക്ലേറ്റ് ഉണ്ട് കണ്ടോ. ഇച്ചിരി ടേസ്റ്റ് നോക്കാൻ കൊടുക്കുക കൂട്ടാ. ഫുൾ തിന്നോ? ഫുൾ തിന്നോ? കണ്ടിട്ട് പറയാം. തിന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അച്ഛൻ. അച്ഛക്ക് ഇഷ്ടപ്പെടാത്ത ടേസ്റ്റ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കഴിക്കേ തിന്നാന്ന് പറയരുത് അമ്മ പറഞ്ഞു. അതുകൊണ്ടല്ല അമ്മ പറഞ്ഞു അത് മോശം ലാംഗ്വേജ് ആണ്. ഇതാണ് ഇങ്ങനെ ഇത് കണ്ടോ അമ്മയുടെ തടിച്ച് ചീറ്റിച്ച് വെച്ചോ. ഓ അമ്മയുടെ സോഫയിൽ ഇരുന്ന് കഴിക്കുന്ന അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഗസ്റ്റ് ഒക്കെ വരുമ്പോ അവരോട് അറിയും വാ 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 ഇരിക്കുന്ന ജ്യൂസ് സ്നാക്സ് ഒക്കെ കൊടുക്കും. പക്ഷെ അമ്മ മനസ്സിൽ ചടിക്കും എന്റെ സോഫയിൽ എന്റെ സോഫ കയറി കഴിക്കുന്നുണ്ടല്ലേ എല്ലാരും. ആ സോഫ കയറി പിന്നെ ചാരി ഇരിക്കരുത് സോഫ. നിങ്ങൾ ആരെങ്കിലും എന്റെ വീട്ടിൽ വരികയാണെങ്കിൽ ചാരി ഇരിക്കരുത് കേട്ടോ പ്ലീസ്. ഇങ്ങനെ ഇങ്ങനെ ചാരി ഞാൻ പറയാം. നിങ്ങൾ ഇങ്ങനെ ചാരി ഇരിക്കരുത്. അപ്പൊ തലയിലെ എണ്ണം വരും. അതുകൊണ്ട് ചുമ്മാ ഞങ്ങളൊക്കെ ഈ സോഫയിൽ ഇങ്ങനെ വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഞങ്ങൾ വന്ന് സോഫ മേളിൽ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെ ഇരിക്കാന്ന് മീനാക്ഷി എന്നൊരു വിളിയുടെ എപ്പോഴും ഞാൻ ചാടി എണ്ണിച്ച് പോവും. പുളിയും കഴിഞ്ഞ് തലയിലെ വെള്ളവും ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ചാരി ഇരിക്കും. അപ്പൊ എനിക്കത് മോശമായി. അപ്പൊ ഭക്ഷണം തരാത്ത എന്തുകൊണ്ടാ? ഭക്ഷണം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സ്ഥലമല്ല ഇത്. ഇത് ആൾക്കാർ വരുമ്പോ ഇരിക്കേണ്ട സ്ഥലം. ആൾക്കാർ വരുമ്പോ ഭക്ഷണം കൊടുക്കുന്നു. ആൾക്കാർ വരുമ്പോ അത് നമ്മുടെ ഗസ്റ്റ് അല്ലേ. അതിഥി ദേവോ. ആ അവർക്ക് കൊടുക്കണം. ഇവിടെ വേറെ കഴിക്കാൻ സൗകര്യം ഇല്ലേ. അവിടെ വന്നിരുന്ന് കഴിച്ചാൽ പോരെ. പിന്നെ തന്നെയല്ല ആൾക്കാർ വരുമ്പോ അവരിവിടെ പൊടിച്ചു വാരിയൊന്നും ഇടത്തില്ല. ഇവിടെ പൊടിച്ചു വാരിയിട്ട് ഇതിനകത്ത് കുഞ്ഞു ഞുറുമ്പുകൾ വരും. അതിനകത്ത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അങ്ങനെയൊന്നും ചെയ്യുന്നത്. ഓക്കെ പിന്നെ പക്ഷെ വേറെ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ചെയ്താൽ വീട് അതൊന്നും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ എന്നെ കുറിച്ച് എന്നെ വിചാരിക്കും. അതിനെ പറ്റി അങ്ങനെ തന്നെ വിചാരിക്കും. ഞാൻ പറഞ്ഞതറിയാം ആരെങ്കിലും വന്ന് എന്തെങ്കിലും എന്ത് സംഭവിച്ചാലും അമ്മയ്ക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉദാഹരണത്തിന് നനഞ്ഞ ടവൽ നമ്മൾ കട്ടിലേക്ക് ഇട്ടു എന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ഈ വീട്ടിൽ നിൽക്കുന്നതിനെ കഴിഞ്ഞ് നല്ലത് എന്തായിരിക്കും ഈ കൺട്രി വിട്ടു പോകുന്നതാണ് നല്ലത്. കാരണം നമ്മളെ കൊല്ലും ഈ കാണാനൊന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും പറയണ്ട. അങ്ങനത്തെ ഒത്തിരി കുഴപ്പമുണ്ട്. നമ്മളിപ്പം ഇപ്പൊ സപ്പോസ് ഞാൻ ചായ വെക്കുമ്പോ തേയില ഇടാൻ ഒരു സ്പൂൺ, പഞ്ചസാര ഇടാൻ ഒരു സ്പൂൺ, ഇങ്ങനെ എടുത്താൽ ഈ വീട്ടിൽ ഭൂകമ്പം നടക്കും. ഇത് രണ്ടും നമ്മൾ ഒരു സ്പൂണേ ചെയ്യണം. അയ്യോ
ആ സ്പൂൺ നനയല്ല. അച്ഛന്റെ അനുഭവമാണ് അച്ഛൻ സൈഡിൽ അതല്ല ഞാൻ പറയാം. ആ സ്പൂൺ നനയല്ല, വെള്ളം ഒരു തുള്ളി അതിൽ വീഴും. ഞാനിവിടെ തേയിലക്കകത്തും പഞ്ചസാരക്കകത്തും ഓരോ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇവിടെ വേറെ വെളിയിൽ നിന്ന് എടുത്ത് അത് എങ്ങനത്തെ സ്പൂണാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്? ഇത്ര ഉള്ള സ്പൂൺ, ഇത്ര. അതായത് നമ്മൾ കൈയിട്ട് ചായപാത്രത്തിന് അത് കൈയിട്ട് ഇളക്കി ആ സ്പൂൺ എടുക്കണം. എനിക്കത് ഇഷ്ടം. എന്റെ കയ്യിലൊന്നും തേയില പറ്റുന്ന എനിക്ക് ഇഷ്ടമല്ല. അതെന്റെ അളവാ. ആദ്യം തേയിലക്കകത്തിട്ട് വിരകി ഇത് കണ്ടുപിടിക്കണം. തേയിലപ്പാത്രത്തിന്റെ കയ്യിൽ ഇത്രയും നീളമുള്ള സ്പൂൺ എടുത്തിട്ട് അടയോ? തേയിലപ്പാത്രം ഇങ്ങനെ ഇട്ട് ഇളകുക, കിട്ടുന്നില്ല. സ്പൂൺ കിട്ടുന്ന പോയി അങ്ങനെ എടുക്കണം. അല്ലാതെ നമ്മൾ നീളം ഇതെന്താണ് ബിസ്ക്കറ്റോ? എന്നിട്ട് ഓരോന്ന് കാണിക്കാറോ? എന്നിട്ട് നമ്മൾ തേയിലപാത്രത്തിൽ ഇടാൻ വേറൊരു സ്പൂൺ എടുത്താൽ നമ്മളെ അമ്മ കുറ്റം പറയും. കുറ്റം പറയില്ല, കുറ്റമാണേലും കുഴപ്പമില്ല. വഴക്ക്, തല്ല്. ഈ 19 വയസ്സായ എന്നെയൊക്കെ തല്ലിയാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് പീഡനം, ബാലപീഡനം. അതിനകത്ത് വെള്ളം കാണും. വെള്ളം ആകുമ്പോ തേയില ചീത്തയായിപ്പോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവര് പറയുമ്പോ ഇവര് മുഴുവൻ കാര്യം പറയത്തില്ല. ഇവരെ പറയുന്ന കാര്യം. പിന്നെ ചോറെടുത്തിട്ട് കറി വേറൊരു പ്ലേറ്റിലെടുത്ത ഞാൻ രാജ്യദ്രോഹം ചെയ്തു എന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കണ്ട, വേറെ എവിടെയെങ്കിലൊക്കെ ചെല്ലുമ്പോ എത്ര നന്നായിട്ടാ നമ്മളെ സ്വീകരിക്കുന്നത്. പക്ഷെ സ്വന്തം വീട്ടിൽ കറിപ്പാത്രം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. നിങ്ങൾ അത് മനസ്സിലാക്കി. നിനക്കിനി എന്താ കുറവ് ഇവിടെ? ഇത് ഒരെണ്ണം കൂടെ വേണോ? പക്ഷെ ഞാൻ ചുമ്മാ പറഞ്ഞതാ. എന്റെ അമ്മ ആക്ച്വലി ഒരു നല്ലവളാണ്. എനിക്കവിടെ ജീവിക്കണ്ടേ? അമ്മ ആക്ച്വലി ഒരു നല്ല അമ്മയാണ്. അമ്മ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ പഞ്ചസാര ഇടാൻ എനിക്ക് സ്പൂൺ തന്നില്ലെന്ന് വെച്ചോ. അപ്പൊ ഞാൻ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ ചായ ഇടൽ വേണ്ടെന്ന് ഞാൻ പറയാം, വേണ്ട, എനിക്കെന്നാ ചായ വേണ്ട, അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അമ്മയും ചായ കൊടുത്തില്ല. പക്ഷെ അമ്മ ചുമ്മാ പറഞ്ഞതാ, അമ്മ അങ്ങനെയൊന്നും വെച്ചോണ്ട് പറഞ്ഞല്ല, അമ്മയ്ക്ക് അത് വെള്ളം ഉണ്ടെങ്കിൽ ഫീൽ ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുഞ്ഞു ഹൃദയമാണ്, അത് നോവും. അങ്ങനെ പെട്ടെന്നൊരു ഇതുണ്ടാവുന്നുള്ളൂ, അല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷെ കാര്യമുണ്ടാവും ഇത് നിർത്തിക്കോട്ടെ. പിന്നെ മുഖത്തൊക്കെ ഒരു പാട് കാണിക്കട്ടോ നാളെ. ആ മനുഷ്യൻ 2 വാക്ക് പറയണം. അച്ഛൻ അമ്മയെ പറ്റി 2 വാക്ക് പറ. ശരി, നല്ലത്. അച്ഛൻ മുടിയൊക്കെ ശരിയായി. അച്ഛൻ മുടി നേരാക്കുന്ന ഇങ്ങനെ. എന്താ ചേച്ചി? ഇല്ല, ഞങ്ങക്ക് വേണ്ടതെല്ലാം. ഞാൻ പറഞ്ഞു എനിക്ക് നോർമൽ ചോറ് ഇഷ്ടമല്ല. ഇപ്പൊ എനിക്ക് എന്നും ബിരിയാണി റൈസ് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര നല്ലൊരു സ്ത്രീയാണ്. എനിക്കറിയില്ല ഇങ്ങനെ ഒരു അമ്മയെ. എനിക്ക് അറിയില്ല. ഓയിലെക്സിലൊക്കെ ഇട്ടാൽ നല്ല വില കിട്ടും ഇങ്ങനെ ഒരു അമ്മേനെ. അത്ര നല്ലൊരു അമ്മയത് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറയട്ടെ, ഇനി എന്റെ കഴിഞ്ഞു. എന്റെ ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അല്ല, മാതൃഭാഷ മതി. മാതൃഭാഷ മതി. അരെ വാ, എന്തുയർച്ച, എന്തുയർച്ച. എന്നിട്ട് പഴയതിൽ നിന്ന് ഇച്ചിരി നമ്മുടെ സന്തോഷം, നമ്മുടെ ഉയർച്ച. അതാണോ? എന്താണ് ഉയർച്ചയുടെ കൊടിമുടിയിലാണ് സുഹൃത്തുക്കളെ, കൊടിമുടി. എന്നിട്ട് ഉയർച്ചയ്ക്കും കാരണം അച്ഛന്റെ ഭാര്യയാണ്. അപ്പൊ ഞങ്ങളോ ഒരു സിനിമ ഡയറക്ടർ ഒരു ദിവസം എന്നോട് പറഞ്ഞൊരു കഥ ഉണ്ട് ഇതിനകത്ത് പറയാനാണ്. അയ്യോ വേണ്ട, ഇത് കൊറേ എന്റെ വ്ളോഗ് നീളാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ ചാനലിൽ മതി. ഈ കഥ കേൾക്കണമെങ്കിൽ ഇവരുടെ ചാനൽ സബ്സ്ക്രൈബ്. ഈ പറഞ്ഞതിനെല്ലാം അല്ല ഒരു വേണ്ട, ആ കഥ വേണ്ട. ആ കഥ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കഥയാണ്. അത് ഞങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുന്നില്ല. വേണ്ട, ആ കഥ വേണ്ട. അച്ഛന്റെ കുടുംബ ബന്ധം തന്നെ തന്നില്ല. വേണ്ട, ആ കഥയൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട. പോവാണോ? ഒരു നല്ല കാര്യം പറയാൻ വേണ്ടിട്ട് അതിനകത്ത് എന്താ കഥയ്ക്കകത്ത്? കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും സിംഹ സിംഹിനി പറയുന്നത് അതെന്താ പറയാ, സിംഹിക്കഥ. അച്ഛനോട് ഞങ്ങൾ എന്തെങ്കിലും അച്ഛൻ ഞങ്ങൾ അവിടെ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ അച്ഛൻ ഞങ്ങൾ 3 പിള്ളേരുടെ അടുത്ത് പറയും, അത് മക്കളെ ഇവിടുത്തെ സിംഹിയോട് ചോദിക്കണം. അപ്പൊ അതുകൊണ്ടനെ ഞങ്ങൾക്ക് അറിയായിരുന്നു ആരാ സിംഹിന്ന്, കാരണം ഞങ്ങൾ കൊച്ചിലോട്ട് കേൾക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ടിനോട് അച്ഛൻ പറഞ്ഞിട്ട് അമ്മയാണ് ഇവിടുത്തെ സിംഹി, അച്ഛൻ സിംഹം.
അമ്മ സിംഹി. അപ്പം അച്ഛൻ എന്തെങ്കിലും സമ്മതിക്കണമെങ്കിൽ സിംഹി പറയണം, മനസ്സിലായോ? അതാണ് സിംഹി. അത്രേ ഉള്ളൂ. ഇത് വെച്ചാ കഥ എങ്ങനെയാണെന്നറിയോ? വേണ്ട, ഞാൻ പറയാം ഒരു ദിവസം അച്ഛൻ ആ ബിസ്ക്കറ്റ് തെറിച്ച ക്യാമറ പൊട്ടും. ഞാൻ കാര്യം വേണ്ട വേണ്ട ഞാൻ പറയാം. വേണ്ട. അയ്യോ, എന്തോ വൃത്തികേടാ. അല്ല വേണ്ട വേണ്ട. അപ്പൊ ശരി, ഇത്രേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ദിവസം ഇത്ര നിന്നുള്ളൂ. പിന്നെ ഞാൻ രാത്രി ഇച്ചിരി കഞ്ഞി കുടിക്കും. ഞാൻ രാത്രി ഇച്ചിരി കഞ്ഞി കുടിക്കും. അച്ഛൻ കല്യാണം കഴിച്ച എങ്ങനെയാന്ന് എനിക്കറിയാം. എങ്ങനെയാ? അച്ഛനില്ല പഠിപ്പിക്കുമ്പോ അമ്മ അത് കയറി വന്നിട്ട് പഠിപ്പിച്ചപ്പോ അച്ഛൻ കണ്ട് കല്യാണം കഴിച്ച. അച്ഛൻ പഠിപ്പിച്ചോണ്ടിരുന്നപ്പോ അമ്മ കയറി വന്നു ക്ലാസ്സിലേക്ക്. അച്ഛൻ ഫ്ലാറ്റ്. അങ്ങനെ അച്ഛൻ കല്യാണവും കഴിച്ചു. അച്ഛന്റെ കഥ അത്രേ കൊച്ചിന് അറിയത്തോളൂ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ ഇനി വൈകുന്നേരം എന്ത് കഴിക്കും അമ്മേ? കപ്പ ഇറച്ചിയുണ്ട്. എനിക്ക് ഇച്ചിരി ഉണക്കമീൻ വെച്ചെന്ന് ഞാൻ ഉണക്കമീൻ കൂട്ടി കഴിച്ചോളാം. ഓക്കെ അല്ലേ ഇത്? ഓക്കെയാ, പക്ഷെ ഉണക്കമ്മയും കൂടി കഴിക്കേണ്ടി വരിക. അറിയത്തില്ല. ഓക്കെ, പിന്നെ ഞാൻ കഞ്ഞി കുടിക്കുമോ? കഞ്ഞിയുണ്ട്. കഞ്ഞി ഒരു ഇച്ചിരി കപ്പയും കഞ്ഞി എല്ലാം കൂടെ മിക്സ് ആക്കി കഴിക്കും. കഞ്ഞിമാങ്ങ അച്ചാർ ഇട്ട് അങ്ങ് കഴിക്കും. ഞാൻ ഇച്ചിരി കൂടെ വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ഫുഡ് പോയ്സൺ വന്നു. അതോടുകൂടി ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെ മെലിഞ്ഞിട്ടുണ്ട്. അതിന് അമ്മയ്ക്കറിയാവോ, ഞാൻ ഇന്ന് മറ്റേ ഡ്രസ്സ് ഇട്ട് നോക്കിയില്ല. ഇന്ന് ഷൂട്ടിന്റെ 2 വർഷം മുന്നത്തെയാ. അതിട്ട് നോക്കിയപ്പോ എനിക്കത് കഴിച്ചാ നമ്മുടെ അവിടുത്തെ കോസ്റ്റ്യൂം. ഞാൻ ഞെട്ടിപ്പോയി. അങ്ങനെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഞാൻ ചായ വല്ലതും കുടിക്കും, ഒന്നുമില്ല. ഇത് മെയിൻ ആക്ടർ. ഇതെന്തിനാ പറയാ, മുടി ചീകി വന്നതാണ്. ഞാനോ അച്ഛനെ ഉള്ള കേട്ടോ. അച്ഛന് ഇത്ര സൗന്ദര്യബോധമുള്ള, അച്ഛന് ഒരുപാട് ഫാൻസ് ഉള്ളതാണ്. ഓ, അനൂപിയേട്ടൻ എന്നെ സുന്ദരനാ, രമ ചേച്ചി എന്നാ സുന്ദരിയാ, അങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്. കണ്ടില്ല ആ ചിരി. കഥ പറയണ്ട. കഥ പറയുന്നതിന് മുന്നേ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഈ പറയുന്നത്. അച്ഛന്റെ കഥ എന്ന് പറഞ്ഞാൽ 1.5 മണിക്കൂർ നീളും. ഓക്കെ, ശരി എന്നാ ബൈ ബൈ, സി യു. ബൈ പറഞ്ഞേക്കും. വേണ്ട വേണ്ട, ആ കഥ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കഥ ഞാൻ പറയിപ്പിക്കില്ല. ടാറ്റ ബൈ. സിംഹത്തിനെ സിംഹി എന്തോ ചെയ്യുന്ന ഒന്നും കഥ അല്ല. അത് അമ്മ സമ്മതിക്കുക. അതൊരു വാചകേ ഉള്ളൂ. അന്ന് അതൊക്കെ പറഞ്ഞു പാവോ. ഒരു വാചകേ ഉള്ളൂ. പറഞ്ഞോ മനസ്സൊന്നും കിട്ടട്ടെ. അതായത് ഒരു ദിവസം ഡയറക്ടർ വിളിച്ചിട്ട് ഒരു ദിവസം നിന്നെ ഒരു ഡാൻസ് ഇപ്പൊ ഇതിന് വിടണം എന്ന് പറഞ്ഞു. ആ സിനിമയുടെ ഒരു ആവശ്യത്തിന് പരീക്ഷയാണ്. ഒരു എക്സാം ആയതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ എക്സാം ആയി. ഞാൻ പറഞ്ഞു അത് 10ലെ എക്സാം ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഡയറക്ടർ, ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ കഥ മാറി. ഞാനുള്ള വീട്ടിൽ വന്നപ്പോ എന്നെ കൂടെ ഓടി വീഡിയോ ഇട്ടു. നാളെ എക്സാം, തലേ ദിവസം ഷൂട്ട്. അങ്ങനെയല്ല, ഒരു ദിവസം ഗ്യാപ്പ് ഇല്ല. ഒരു ദിവസം ഞാൻ ഉണ്ടെങ്കിൽ SSLC നടക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്നിട്ട് പുള്ളിയുടെ സിനിമയുടെ ആ പുള്ളിയുടെ ഒരു അവസ്ഥ കണ്ടപ്പോൾ നമുക്ക് ഒരു ദിവസം ചെല്ലാൻ ഞാനിങ്ങനെ പറഞ്ഞു കൊള്ളാന്ന് പറഞ്ഞു. പുള്ളിയോട് ഞാൻ പിന്നെ എൻ്റെ ഗതിയുടെ വലിയ ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ ആകെ പ്രശ്നമായി. എനിക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. മനസ്സിലായി. കുറച്ച് എന്നാ എന്നറിയോട് വെച്ചാൽ പുള്ളി എനിക്ക് മെസ്സേജ് ഇട്ടാണ്. ആളുടെ നിങ്ങൾ സിനിമ വന്നത്, സിനിമത്തിൻ്റെ ഒരു പടമൊക്കെ ഇതെന്ന് നിങ്ങൾ സാധാരണ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അല്ല, സിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും വലിയ തീരുമാനമൊക്കെ അല്ല, കറക്റ്റാണ്. പക്ഷെ സിംഹം തീരുമാനം എടുക്കണമെങ്കിൽ അത് ആര് നിശ്ചയിക്കണം? സിംഹത്തിൻ്റെ അതായത് ആ സിംഹി പറയണം സിംഹം എന്തെങ്കിലും ചെയ്യണം. നിങ്ങളൊരു സിംഹമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് അച്ഛൻ ജീവിതത്തിൽ ഒരു സിംഹമായി. അയ്യോ, അത് പക്ഷെ ഞാൻ അമ്മയുടെ കൂടെ നിൽക്കത്തോളൂ. ഞാൻ കാറി കൂവി പോണ്ടി വന്നേനെ. SSLC പരീക്ഷയ്ക്ക് തലേ ദിവസം ഷൂട്ടിന് പോകണം. അതെ, എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ അത്രയും ദിവസം ഞാൻ പരീക്ഷയ്ക്കൊക്കെ കുറേ ദിവസം, 1 വർഷം ഉണ്ടെങ്കിൽ 1 വർഷവും പഠിക്കത്തില്ല. പക്ഷെ ഒരാഴ്ച മുന്നേ ഞാൻ ഭയങ്കര പഠിത്തമാണ്. ഞാൻ റൂമിൽ നിന്നൊന്നും ഇറങ്ങത്തില്ല, ഒന്നും ഭക്ഷണമൊന്നും കഴിക്കത്തില്ല. ഞാൻ അങ്ങനെ കയറിയിരുന്ന് എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പഠിക്കാൻ. ഞാൻ അത് ഓരോരുത്തരും ഇഷ്ടം. ഇപ്പൊ ഞാൻ സ്ട്രെസ് ചെയ്താ പഠിക്കുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പഠിക്കണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാനൊരു സിംഹി ആയതുകൊണ്ട് ഈ വീടിനോ ഇവിടുത്തെ ആൾക്കാർക്കോ യാതൊരുവിധ ചുറ്റുപാടുകൾക്കോ ഇമോഷണൽ ആവില്ല. ശരി, ഇന്നത്തെ ഇമോഷണൽ ഡയലോഗ്സോട് കൂടി ഇന്നത്തെ ഇമോഷണൽ ഡയലോഗോട് കൂടി എന്നാണ് എൻ്റെ ഭാര്യ എല്ലാ ചുറ്റുപാടുകൾക്കനുസരിച്ചുള്ള തത്വശാസ്ത്രങ്ങൾ നടപ്പിലാക്കുന്നത്. ഓ, എന്റെ മോൻ വല്ലാണ്ടങ്ങ് വളർന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനെ കഴിഞ്ഞ് വല്ലാണ്ടങ്ങ് വളർന്നു പോയി.
ശരി ബൈ സീ യു ടാറ്റാ ടാറ്റാ ആണ്ട് ഇതെന്നാക്കി കൊടി എന്താ ടാറ്റ പറടാ. അവനിട്ട് ചേച്ചിപ്പാടെ ഒരു കുഞ്ഞു തല്ല് കിട്ടി. അതാ മിണ്ടാതിരിക്കുന്നേ. അതിനൊരാ വീഡിയോ എടുക്കുമ്പോ കാറെന്ന് പറയുന്നേ. അതുകൊണ്ട് ഈ മിണ്ടാതിരിക്കുന്നത് കണ്ടോ. ജ്യൂസിന് അടി വെക്കുന്നു. ടാറ്റാ ബൈ ബൈ സീ യു.